ടപ്പേന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ, അതും നല്ല എരിവോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിയാലോ. പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് വീണ്ടും മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ച ചിക്കനാണ്. ലാസ്റ്റായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് വീണ്ടും മിക്സ് ആക്കി എടുക്കണം. പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ വശത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.